So, good morning to one and all present here. കേൾക്കുന്നുണ്ടോ വോയിസ്? ഹലോ, ഓക്കെ ഓക്കെ സെറ്റ്. So, good morning to one and all. Today we are going to discuss on the topic Republic Day and National Recognition. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ഡേയും നാഷണൽ റെക്കഗ്നിഷനുമാണ്. ഓക്കെ, റിപ്പബ്ലിക് ഡേ ആൻഡ് നാഷണൽ റെക്കഗ്നിഷൻ. ഇന്ത്യ സെലിബ്രേറ്റ്സ് റിപ്പബ്ലിക് ഡേ ഓൺ 26 ജാനുവരി. ഇന്ത്യ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് 26 ജാനുവരിയിലാണ്. കാരണം 26 ജാനുവരിയിൽ എന്തുകൊണ്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ മാർക്സ് ദ അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1950. 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആവുന്നത്. അപ്പോൾ അതുമാത്രമല്ല 1960ലാണ് 26 ജാനുവരി 1960ലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ യഥാർത്ഥത്തിൽ നിലവിൽ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ ഡേയിലാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഗവൺമെന്റ് അനൗൺസസ് നാഷണൽ ഓണേഴ്സ് ആൻഡ് അവാർഡ്സ്. ഗവൺമെന്റ് നാഷണൽ ഓണേഴ്സും അവാർഡ്സും അന്ന് തന്നെയാണ് അനൗൺസ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് നാഷണൽ ഓണേഴ്സും അവാർഡ്സും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടു റെക്കഗ്നൈസ് സർവീസ് ടു സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള സർവീസുകൾ, എക്സലൻസ് ഇൻ വേരിയസ് ഫീൽഡ്, പല പല ഫീൽഡിലുള്ള എക്സലൻസുകളും, പിന്നെ എക്സ്ട്രാ ഓർഡിനറി ബ്രേവറി. നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഓക്കെ. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പബ്ലിക് ഡേ എന്നാ നിലവിൽ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം എക്സ്പ്ലെയിൻ ദ കണക്ഷൻ ബിറ്റ്വീൻ നാഷണൽ ഐഡന്റിറ്റിയും ഓണറിംഗ് സിറ്റിസനും. നാഷണൽ ഐഡന്റിറ്റിയും ഓണറിംഗ് സിറ്റിസനും തമ്മിലുള്ള കണക്ഷൻ, ബന്ധം എന്തുവാന്ന് ചോദിച്ചാൽ നാഷണൽ അവാർഡ്സ് ലൈക്ക് ഭാരത് രത്ന, ഇത് ഇതിനകത്തില്ല, ഇത് നിങ്ങൾ തന്നെ ഉത്തരം പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ്സ് ലൈക്ക് ഭാരത് രത്നയും പത്മ അവാർഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അത് recognizes citizen who contribute greatly to the nation. നേഷന് വേണ്ടി ഗ്രേറ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്ത സിറ്റിസൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ബൈ ഓണറിങ് ദീസ് ഇൻഡിവിജ്വൽസ്, നമുക്കൊരു പത്മശ്രീ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർ അത്രയും അവരുടെ ആ ഫീൽഡിൽ അവരൊരു എക്സ്ട്രാ ഓർഡിനറി സർവീസസ് ആവട്ടെ, എക്സലൻസ് ഇൻ വേരിയസ് ഫീൽഡ് ആവട്ടെ, എക്സ്ട്രാ ഓർഡിനറി ബ്രേവറി ആവട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡന്റിറ്റി കിട്ടും, നമുക്ക് നാഷണൽ പ്രൈഡ് കിട്ടും, ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ആരാന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ്, അതാണ് ഈ നാഷണൽ ഐഡന്റിറ്റിയും ഓണറിങ് സിറ്റിസനും തമ്മിലുള്ള ബന്ധം. ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലേ വോയിസ് ആയിട്ട് എനിക്ക് നയിക്കാവോ? വോയിസ് പറഞ്ഞാൽ മതി കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് വോയിസ് ആയിട്ട് അടിച്ചാൽ മതി, മെസ്സേജ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് റിപ്പബ്ലിക് ഡേ അവാർഡ്സ്. റിപ്പബ്ലിക് ഡേയിൽ ഏതൊക്കെ തരം അവാർഡ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്? മേജർ കാറ്റഗറി ഓഫ് അവാർഡ്സ് അനൗൺസ്ഡ് അറൌണ്ട് റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് ഡേയിൽ മേജറായിട്ട് അനൗൺസ് ചെയ്യുന്ന അവാർഡ്സ് എന്തെന്ന് ചോദിച്ചാൽ സിവിലിയൻ അവാർഡ്സ്, ഗലേൻട്രി അവാർഡ്സ്, അതർ നാഷണൽ അവാർഡ്സ്. സിവിലിയൻ അവാർഡ്സ് ഉണ്ട്, ഗലേൻട്രി അവാർഡ്സ് ഉണ്ട്, അതർ നാഷണൽ അവാർഡ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ എൻകറേജ് എക്സലൻസ്, എക്സലൻസ് എൻകറേജ് ചെയ്യാൻ, റെക്കഗ്നൈസ് ഹീറോയിസം ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ, പ്രൊമോട്ട് നാഷണൽ വാല്യൂസ്, നാഷണൽ വാല്യൂസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 3 കാറ്റഗറീസ് ഉണ്ട്. സിവിലിയൻ അവാർഡ്സ് ഉണ്ട്, ഗലൻട്രി അവാർഡ്സ് ഉണ്ട്, അതർ നാഷണൽ അവാർഡ്സ് ഉണ്ട്. ഇനിയിപ്പം സിവിലിയൻ അവാർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പത്മ അവാർഡ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. പത്മശ്രീ അല്ല, പത്മ അവാർഡ്സ്. പത്മ അവാർഡ്സ് അത് ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ ഓണേഴ്സ്. സിവിൽ ഓണേഴ്സിലെ ഹയസ്റ്റ് ആണ് പത്മ അവാർഡ്സ്. ഇറ്റ് ഈസ് അനൗൺസ്ഡ് എവറി ഇയർ ഓൺ ദി ഈവ് ഓഫ് റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് ഡേയുടെ തൊട്ട് തലേ ദിവസമായിട്ടായിരിക്കും പത്മ അവാർഡ്സ് അനൗൺസ് ചെയ്യുന്നത്. അത് ദേ റെക്കഗ്നൈസസ് കോൺട്രിബ്യൂഷൻസ്. ഈ പത്മ അവാർഡ്സ് കിട്ടുന്ന ആളുകൾ ഇങ്ങനത്തെ ഈ ഫീൽഡിലൊക്കെ അവർ റെക്കഗ്നൈസ്ഡ് ചെയ്യപ്പെടുന്ന ആളുകളാണ്. അത് ഏതൊക്കെ ഫീൽഡാണ്? ആർട്സ്, ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സർവീസ്, പബ്ലിക് അഫയേഴ്സ്, സ്പോർട്സ്, മെഡിസിൻ, എഡ്യൂക്കേഷൻ. അപ്പം ദേ റെക്കഗ്നൈസ് കോൺട്രിബ്യൂഷൻ ഇൻ ആർട്സ് ആവട്ടെ, ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സർവീസ്, പബ്ലിക് അഫയേഴ്സ്, സ്പോർട്സ്, മെഡിസിൻ, എഡ്യൂക്കേഷൻ. ഓക്കെ, പത്മ അവാർഡ്സ് ആണ് നമ്മുടെ ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിൽ ഓണേഴ്സ്. ഇനിയിപ്പം കാറ്റഗറീസ് ഓഫ് സിവിൽ അവാർഡ്സ്. ഓക്കെ, ഇനി കാറ്റഗറീസ് ഓഫ് സിവിലിയൻ അവാർഡ്സ്. ഏതൊക്കെ കാറ്റഗറീസ് ഉണ്ട്? 4 ലെവൽ ഓഫ് സിവിലിയൻ അവാർഡ്സ് കാറ്റഗറീസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ഭാരത് രത്ന, അത് കഴിഞ്ഞിട്ട് പത്മവിഭൂഷൺ, അതിന്റെ താരോട്ടാണ് പത്മവിഭൂഷണ്, പിന്നെ പത്മഭൂഷണ്, പത്മശ്രീ. ദീസ് അവാർഡ്സ് ഫോളോ എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ. ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതാണ് കാറ്റഗറീസ് ഓഫ് സിവിലിയൻ അവാർഡ്സ്.
4 ലെവൽ ഓഫ് സിവിലിയൻ അവാർഡ്സ് ഉണ്ട്. ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. ഓക്കെ, ഇനിയിപ്പം ഭാരതരത്നയാണ് ഭാരതരത്നയാണ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് പറഞ്ഞാൽ ഭാരതരത്നയാണ്. awarded for exceptional service to the nation. നേഷനിൽ ഒരു എക്സെപ്ഷണൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് ഇത് അവാർഡ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ ഫീൽഡ് എന്തിലൊക്കെ ആയിരിക്കും? ആർട്സ്, ലിറ്ററേച്ചർ, സയൻസ്, പബ്ലിക് സർവീസ്, ഹ്യൂമൻ അഡ്വാൻസസ്. ഈ ഫീൽഡിലൊക്കെ എക്സെപ്ഷണൽ സർവീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഭാരതരത്ന കൊടുക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ APJ അബ്ദുൽ കലാമും സച്ചിൻ ടെണ്ടുൽക്കറും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പത്മവിഭൂഷണാണ്. ആദ്യം ഭാരതരത്ന കഴിഞ്ഞിട്ട് നമ്മൾ പത്മവിഭൂഷണിലോട്ട് പോവാണ്. പത്മവിഭൂഷൺ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. നമ്മുടെ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. ഇത് കൊടുക്കുന്ന ആർക്കാണ്? എക്സെപ്ഷണൽ ആൻഡ് ഡിസ്റ്റിങ്വിഷ്ഡ് സർവീസസിനും കോൺട്രിബ്യൂഷൻ ഇൻ എനി ഫീൽഡ്, ഏത് ഫീൽഡിലാവട്ടെ ചില കാര്യങ്ങൾ ഡിസ്റ്റിങ്വിഷ്ഡ് സർവീസസ് ഒക്കെ ചെയ്യുന്നവർക്കാണ് ഈ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ റെക്കഗ്നൈസസ് ഇൻഡിവിജ്വൽസ് വിത്ത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പാക്ട്. നാഷണൽ ഇമ്പാക്റ്റ് ആവട്ടെ ഇന്റർനാഷണൽ ഇമ്പാക്റ്റ് ആവട്ടെ ഈ ഒരു വ്യക്തികളേക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരെണ്ണമാണ് പത്മവിഭൂഷൺ, സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. ഇനി നമ്മുടെ പത്മഭൂഷണാണ്, വിച്ച് ഇസ് ദ തേർഡ് സിവിലിയൻ അവാർഡ്, തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. awarded for ആർക്കൊക്കെയാണ്? ഡിസ്റ്റിങ്വിഷ്ഡ് സർവീസസ് ഓഫ് എ ഹൈ ഓർഡർ, ഡിസ്റ്റിങ്വിഷ്ഡ് സർവീസസ് ഓഫ് എ ഹൈ ഓർഡർ. പിന്നെ given to leaders in fields such as science, public administration, arts, sports. സയൻസിനും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ആർട്സിനും സ്പോർട്സിനുമാണ് പത്മഭൂഷൺ കൊടുക്കുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? എടാ നന്മ, നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഫാസിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഫാസിലെ? ഓക്കെ, സെറ്റ്. ഓക്കെ, നമ്മൾ പത്മഭൂഷൺ കഴിഞ്ഞു, തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് കഴിഞ്ഞു. ഇനിയിപ്പം വിച്ച് മലയാളം സിനിമ ഐക്കൺ റിസീവ്ഡ് ദ പത്മഭൂഷൺ. പത്മഭൂഷൺ റിസീവ് ചെയ്ത മലയാളം സിനിമ ഐക്കൺ ആരാണ്? മമ്മൂട്ടി. ഓക്കെ, പിന്നെ പത്മശ്രീ. അപ്പൊ പത്മഭൂഷൺ റിസീവ് ചെയ്ത മമ്മൂട്ടിയാണ്. ഇനിയിപ്പോൾ പത്മശ്രീയിലോട്ട് നമ്മൾ പോവാണ്. പത്മശ്രീ എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. ഫോർത്ത് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോട്ടബിൾ കോൺട്രിബ്യൂഷൻ ഇൻ വേരിയസ് ഫീൽഡ്. ഈ ഫീൽഡ് എന്ന് പറയുന്നത് തന്നെ ഈ നമ്മുടെ പത്മ അവാർഡ്സ് തന്നെ കുറേ ഫീൽഡ് ഉണ്ട്. ഈ ഫീൽഡിൽ നോട്ടബിൾ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നവർക്കാണ് പത്മശ്രീ കൊടുക്കുന്നത്. ഈ പത്മശ്രീയുടെ ചില ഫീൽഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സോഷ്യൽ വർക്ക്, മെഡിസിന്, എഡ്യൂക്കേഷന്, ആർട്സ്, സ്പോർട്സ്. ഓക്കെ, സോഷ്യൽ വർക്ക്, മെഡിസിന്, എഡ്യൂക്കേഷന്, സ്പോർട്സ്, ആർട്സ്. പിന്നെ അത് ഓഫൺ അവാർഡ് ടു ഗ്രാസ് റൂട്ട് കോൺട്രിബ്യൂട്ടേഴ്സ് ആൻഡ് അൺസങ് ഹീറോസ്. ഇതെന്ന് പറഞ്ഞാൽ താരേക്കിടയിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡും കൂടെയാണ് പത്മശ്രീ. ഓക്കെ, ഗ്രാസ് റൂട്ട് കോൺട്രിബ്യൂട്ടേഴ്സും അൺസങ് ഹീറോസും. ഇനിയിപ്പം നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് പത്മ അവാർഡ്സ്. പത്മ അവാർഡ്സിന്റെ ചരിത്രം എന്താണ്? പത്മ അവാർഡ്സ് were introduced in 1954. 1954 പത്മ അവാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന്റെ പേർപ്പസ് എന്താണ്? ടു റെക്കഗ്നൈസ് ഡിസ്റ്റിങ്വിഷ്ഡ് സർവീസസ് അക്രോസ് ഡിസിപ്ലിൻസ്. ടു റെക്കഗ്നൈസ് ഡിസ്റ്റിങ്വിഷ്ഡ് സർവീസസ് അക്രോസ് ഡിസിപ്ലിൻസ്. ഡിസിപ്ലിൻസിന്റെ റെക്കഗ്നൈസ്ഡ് ഡിസ്റ്റിങ്വിഷ്ഡ് സർവീസസ് ഡിസിപ്ലിൻസിന്റെ സർവീസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ് പത്മ അവാർഡ്സ് നമ്മൾ കൊടുക്കുന്നത്. ഒറിജിനലി സ്ട്രക്ചർഡ് ഇൻ 3 ക്ലാസ്സസ്. 3 ക്ലാസ്സസ് ഉണ്ട്: പത്മവിഭൂഷണ്, പത്മഭൂഷണ്, പത്മശ്രീ. ഫസ്റ്റ് ക്ലാസ് പത്മവിഭൂഷണ്, സെക്കൻഡ് ക്ലാസ് പത്മഭൂഷണ്, തേർഡ് ക്ലാസ് പത്മശ്രീ. ഇനി റെക്കഗ്നിഷൻ ഓഫ് പത്മ അവാർഡ്സ്. 1955 ഈ സ്ട്രക്ചർ ചേഞ്ച് ആയത്. ആദ്യത്തെ സമയത്താണെങ്കിൽ ഈ 1954 ആകെ 3 ഉള്ളായിരുന്നു: പത്മവിഭൂഷണും പത്മഭൂഷണും പത്മശ്രീയും. അപ്പൊ 1955 ഈ സ്ട്രക്ചർ ചേഞ്ച് ആവുന്നത്. അങ്ങനെയാണ് നമുക്ക് 4 ടയർ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ആയത്. ഓക്കെ, അങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ ഭാരതരത്ന, പിന്നെ പത്മവിഭൂഷണ്, പിന്നെ പത്മഭൂഷണ്, പിന്നെ പത്മശ്രീ. അവാർഡ്സ് ആർ പ്രസന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അറ്റ് രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഈ അവാർഡ്സ് കൊടുക്കുന്നത്. ഓക്കെ,
ഇനിയിപ്പോൾ നെക്സ്റ്റ് വൺ എന്താണ് ഫസ്റ്റ് ഭാരത് രത്ന വിന്നർ. ആദ്യത്തെ ഭാരത് രത്ന വിന്നർ ആരാണ്? ഫസ്റ്റ് റെസിപ്പിയന്റ് ഇൻക്ലൂഡഡ് സി രാജഗോപാലാചാരി, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, C.V. Raman. These individuals made extraordinary contribution in India's development. ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടി എക്സ്ട്രാ ഓർഡിനറി കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ടാണ് ഇവർക്ക് ഭാരത് രത്ന കൊടുത്തത്. ഓക്കെ, ഭാരത് രത്ന വിന്നേഴ്സ് 1954 ആണ്. ഫസ്റ്റ് പത്മ അവാർഡ്സ് വിന്നർ. പത്മ അവാർഡ്സിന്റെ അടുത്ത ഫസ്റ്റ് വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഭാരത് രത്ന വിന്നേഴ്സ് ആണ്. ഇനി ഫസ്റ്റ് പത്മ അവാർഡ് വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ പത്മവിഭൂഷൺ ഏർലി റെസിപ്പിയൻസ് എന്ന് പറഞ്ഞാൽ സത്യേന്ദ്ര നാഥ് ബോസ്, സക്കീർ ഹുസൈന്, VK കൃഷ്ണമേനോൻ. ഓക്കെ, സത്യേന്ദ്രനാഥ് ബോസ്, സക്കീർ ഹുസൈന്, VK കൃഷ്ണമേനോനാണ് പത്മവിഭൂഷന്റെ ഏർലി റെസിപ്പിയൻസ്. ഇനി പത്മഭൂഷന്റെ ഏർലി റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ ഹോമി ജെ ബാബ, KM കരിയപ്പ, നന്ദലാൽ ബോസ്. ഓക്കെ, ഹോമി ജെ ബാബ, KM കരിയപ്പ, നന്ദലാൽ ബോസ്. ഇനി പത്മശ്രീയുടെ ഏർലി റെസിപ്പിയൻസ് പറഞ്ഞാൽ അമൃത ഷെർജിൽ, KS കൃഷ്ണൻ, ബാലസാഹിബ് പണ്ട് പ്രതിനിധി. അമൃത ഷെർഗിൽ, KS കൃഷ്ണൻ, ബാലസാഹിബ് പന്ത് പ്രതിനിധി. ഇനിയിപ്പോൾ പത്മ അവാർഡ്സ് ആണ് 2025. പത്മ അവാർഡ്സ് ടോട്ടൽ അവാർഡ്സ് 7 പത്മവിഭൂഷൺസ് ഉണ്ട്, 19 പത്മഭൂഷൺസ് ഉണ്ട്, 113 പത്മശ്രീസ് ഉണ്ട്. ഓക്കെ, 7 പത്മവിഭൂഷൺസ്, 19 പത്മഭൂഷണ്, 113 പത്മശ്രീ. പത്മവിഭൂഷൺ വിന്നേഴ്സ് ആരൊക്കെയാണ്? ദുവൂർ നാഗേശ്വർ റെഡ്ഡി, ജഗദീഷ് സിംഗ് ഖേഹർ, കുമുദിനി ലാഖിയ, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യ. ദുവൂർ നാഗേശ്വർ റെഡ്ഡിയും ജഗദീഷ് സിംഗ് ഖേഹർ, കുമുദിനി ലാഖിയ, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യാണ് പത്മവിഭൂഷൺ വിന്നേഴ്സ് 2025. ഓക്കെ, പത്മഭൂഷൺ ആൻഡ് പത്മശ്രീ 2025. പത്മഭൂഷണും പത്മശ്രീ 2025. അതിനകത്ത് പത്മഭൂഷന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ അജിത് കുമാർ, ശേഖർ കപൂർ, ശോഭന ചന്ദ്രകുമാർ, PR ശ്രീജേഷ്. ഓക്കെ, പത്മഭൂഷന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ അജിത് കുമാർ, ശേഖർ കപൂർ, ശോഭന ചന്ദ്രകുമാർ, PR ശ്രീജേഷ്. പത്മശ്രീയുടെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ അർജിത് സിംഗ്, അരുന്ധതി ഭട്ടാചാരി, അജയ് വി ഭട്ട്, അച്യുത് പല്ലവ്. ഓക്കെ, പത്മശ്രീ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ അർജിത് സിംഗ്, അരുന്ധതി ഭട്ടാചാരി, അജയ് വി ഭട്ട്, അച്യുത് പല്ലവ്. ഇനി പത്മ അവാർഡ്സിലോട്ട് നമ്മൾ പോവാണ്. പത്മ അവാർഡ്സ് 2026. ഗൈസ്, എന്തിലും ഒന്നും കൂടെ പറയണമെങ്കിൽ എനിക്ക് വോയിസ് ആയിട്ട് അയച്ചാൽ മതിയേ, വോയിസ് കോൾ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഇനി പത്മ അവാർഡ്സ് 2026. ടോട്ടൽ അവാർഡ്സ് അനൗൺസ്ഡ് 131 പത്മ അവാർഡ്സ് ഉണ്ട്. 131 പത്മ അവാർഡ്സ് ഉണ്ട്. പത്മ വിഭൂഷൺ റെസിപ്പിയന്റ് ഇൻക്ലൂഡ് ധർമ്മേന്ദ്ര, R മാധവൻ, പ്രൊസെൻജിത്ത് ചറ്റർജി, ഷിബു സോറൻ. ഇപ്പം പത്മവിഭൂഷന്റെ റെസിപ്പിയൻസ് ആരൊക്കെയാണ്? ധർമ്മേന്ദ്ര, R മാധവൻ, പ്രൊസെൻജിത്ത് ചാറ്റർജി, ഷിബു സോറൻ. ഇപ്പൊ ടോട്ടൽ 131 പത്മ അവാർഡ്സ് ഉണ്ട്. ഇനി പത്മഭൂഷണും ആൻഡ് ശ്രീ 2026. പത്മഭൂഷൺ ആൻഡ് ശ്രീ 2026. പത്മഭൂഷൺ റെസിപ്പിയൻസ് ആരൊക്കെയാണ്? 2026 ആണ്, ഈ വർഷത്തെയാണ്. മമ്മൂട്ടി, അൽക്ക യാഗ്നിക്, ഉദയ് കൊട്ടക്, വിജയ് അമൃത് രാജ്. മമ്മൂട്ടി, അൽക്ക യാഗ്നിക്, ഉദയ് കൊട്ടക്, വിജയ് അമൃത് രാജ്. പത്മശ്രീ എക്സാമ്പിൾസ് രോഹിത് ശർമ്മ, ഭഗ്വാൻദാസ് റൈക്വർ, ഭാരത് സിംഗ് ഭാർത്തി, ചരൺ ഹേംബ്രാൻ. ഒന്നുകൂടെ പറയാം. പത്മഭൂഷന്റെ റെസിപ്പിയൻസ് മമ്മൂട്ടി, അൽക്ക യാഗ്നിക്, ഉദയ് കൊട്ടക്, വിജയ് അമൃത് രാജ്. പത്മശ്രീയുടെ എക്സാമ്പിൾസോ രോഹിത് ശർമ്മ, ഭഗ്വാൻദാസ് റൈക്വർ, ഭാരത് സിംഗ് ഭാരതി, ചരൺ ഹെംബ്രാം. ഇനി ഗാലൻട്രി അവാർഡ്സ് എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസസ് ആക്ട്സ് ഓഫ് ബ്രേവറി ആൻഡ്
സാക്രിഫൈസസ്. ബ്രേവറിയും സാക്രിഫൈസസും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ആക്ട് ആണ് ഗലേൻട്രി അവാർഡ്സ്. അപ്പൊ ഇത് യൂഷ്വലി കൊടുക്കുന്ന ആർക്കാണ്? ആംഡ് ഫോഴ്സ് പേഴ്സണൽസിനും സിവിലിയൻസിനും ഗലാൻട്രി അവാർഡ്സ് ആണ്. അതുകൊണ്ട് ഇത് യൂഷ്വലി അവാർഡ് ചെയ്യുന്നത് ആംഡ് ഫോഴ്സ് പേഴ്സണൽസും സിവിലിയൻസും ആണ്. ഇതിന് രണ്ട് മെയിൻ കാറ്റഗറി ഉണ്ട്. വാർ ടൈം ഗലേൻട്രി അവാർഡ്സും ഉണ്ട്, പീസ് ടൈം ഗലേൻട്രി അവാർഡ്സും ഉണ്ട്. യുദ്ധസമയത്തും സമാധാനമുള്ള സമയത്തുള്ള രണ്ട് അവാർഡ്സ് ആണ് വാർ ടൈം ഗലേൻട്രി അവാർഡ്സും പീസ് ടൈം ഗലേൻട്രി അവാർഡ്സും. ഇനി വാർ ടൈം ഗലേൻട്രി അവാർഡ്സ് അതിനകത്ത് പരംവീർ ചക്ര, ഹയസ്റ്റ് വാർ ടൈം ഗലേൻട്രി അവാർഡ്. ഹയസ്റ്റ് വാർ ടൈം ഗലേൻട്രി അവാർഡ്സ് എന്ന് പറഞ്ഞാൽ പരംവീർ ചക്ര. സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ മഹാവീർ ചക്ര. തേർഡ് ഹയസ്റ്റ് വീർ ചക്ര. awarded for exceptional courage in battlefield situation. ബാറ്റിൽഫീൽഡ് സിറ്റുവേഷന് എക്സെപ്ഷണൽ ആയിട്ടുള്ള കറേജ് കാണിച്ചവരാണ്. കറേജ് കാണിച്ചവർക്ക് അവാർഡ് ചെയ്യുന്ന ഒരു വാർ ടൈം ഗലേൻട്രി അവാർഡ്സ് ആണ് പരംവീർ ചക്ര, മഹാവീർ ചക്ര ആൻഡ് വീർ ചക്ര. ഇനിയിപ്പോൾ അടുത്തത് പീസ് ടൈം ഗലേൻട്രി അവാർഡ്സ്. പീസ് ടൈം ഗലേൻട്രി അവാർഡ്സ് ഏതൊക്കെയാണ്? അശോക ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര. അശോക ചക്ര എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പീസ് ടൈം ഗലേൻട്രി അവാർഡാണ്. പിന്നെ കീർത്തി ചക്ര, പിന്നെ ശൗര്യ ചക്ര. ഇതെന്തിനാണ് അവാർഡ് ചെയ്യുന്നത്? ഹീറോയിസം ഔട്ട്സൈഡ് കോമ്പാക്ട് സിറ്റുവേഷൻ. കോമ്പാക്ട് സിറ്റുവേഷൻ്റെ ഔട്ട്സൈഡ് ഇടും, അതല്ലാണ്ടുള്ള ഹീറോയിസം കാണിച്ച ആളുകൾക്കാണ് ഇത് അവാർഡ് ചെയ്യുന്നത്. ഹയസ്റ്റ് പീസ് ടൈം ഗലേൻട്രി അവാർഡ്സ് അശോക ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര. ഇനി ഗലേൻട്രി അവാർഡ്സിന്റെ ചരിത്രം എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 26 ജാനുവരി 1950. 26 ജാനുവരി 1950 ഗലേൻട്രി അവാർഡ്സ് നിലവിൽ വന്നത്, അതായത് എസ്റ്റാബ്ലിഷ് ആയത്. ക്രിയേറ്റഡ് ടു ഓണർ എക്സ്ട്രാ ബ്രേവറി ഇൻ മിലിറ്ററിയും സിവിലിയൻ കോൺസെപ്റ്റ്. മിലിറ്ററിയിലുള്ള എക്സ്ട്രാ ഓർഡിനറി ബ്രേവറി ആവട്ടെ, അല്ലാണ്ട് സിവിലിയൻ കോണ്ടെക്സ്റ്റുകളുടെ എക്സ്ട്രാ ഓർഡിനറി ബ്രേവറി ആവട്ടെ, ഇത് കാണിക്കാനുള്ളൊരു, ഇതിനെ ഓണർ ചെയ്യാനുള്ള ഇതാണ് ഗലേൻട്രി അവാർഡ്സ്. ദീസ് അവാർഡ്സ് റിഫ്ലക്ട് ദ നേഷൻസ് പ്രൈഡ് ഫോർ സാക്രിഫൈസ് ആൻഡ് കറേജ്. നേഷന്റെ പ്രൈഡ്, എന്തിൻ്റെ സാക്രിഫൈസും കറേജും കാണിച്ചതിന് നേഷന്റെ റെസ്പെക്ട് കാണിക്കുന്ന അവാർഡ്സ് ആണ് ഗലേൻട്രി അവാർഡ്സ്. ഗലേൻട്രി അവാർഡ്സ് 26 ജാനുവരി 1950 ആണ്. എക്സ്ട്രാ ഓർഡിനറി ബ്രേവറി ഇൻ മിലിറ്ററി ആൻഡ് സിവിലിയൻ കോണ്ടെക്സ്റ്റ് ആണ്. ഇത് എന്തിനാണ് കൊടുക്കുന്നത്? റിഫ്ലക്ട് ദ നേഷൻസ് റെസ്പെക്ട് ഫോർ സാക്രിഫൈസ് ആൻഡ് കറേജ്. ഇനി ഫസ്റ്റ് ഗലേൻട്രി അവാർഡ് വിന്നേഴ്സ്. ആദ്യത്തെ ഗലേൻട്രി അവാർഡ് വിന്നേഴ്സ് ആരൊക്കെയാണ്? പരംവീർ ചക്ര ആദ്യം കിട്ടിയത് മേജർ സോംനാഥ് ശർമ്മ, പോസ്റ്റുമസ്. മേജർ സോംനാഥ് ശർമ്മയ്ക്കാണ് പരംവീർ ചക്ര കിട്ടിയത്. awarded for bravery in the Indo-Pak War of 1947-48. awarded for bravery in Indo-Pak War 1947-48. മേജർ സോംനാഥ് ശർമ്മയ്ക്കാണ് ആദ്യത്തെ പരംവീർ ചക്ര കിട്ടിയത്. അതിന് കിട്ടിയെന്ന് പറഞ്ഞാൽ, മേജറിന് കിട്ടിയതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇൻഡോ പാക് വാർ ഓഫ് 1947 1948 ബ്രേവറിക്കാണ്. പിന്നെ മഹാവീർ ചക്ര കിട്ടിയത് ബ്രിഗേഡിയർ രാജേന്ദ്ര സിംഗ്. ബ്രിഗേഡിയർ രാജേന്ദ്ര സിംഗിനാണ് മഹാവീർ ചക്ര കിട്ടിയത്. ഇനി അശോക ചക്ര ഫസ്റ്റ് റെസിപ്പിയൻ്റ് ആരാ? അശോക ചക്ര ഫസ്റ്റ് റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞാൽ നർ ബഹദൂർ താബ 1952. awarded for exceptional bravery in peacetime situation. സമാധാനമുള്ള സാഹചര്യത്തിൽ എക്സെപ്ഷണൽ ബ്രേവറി കാണിച്ച ഒരു വ്യക്തിയാണ് നർ ബഹാദൂർ താബ 1952. ഫസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് അശോക ചക്ര ആണ് നർ ബഹാദൂർ താബ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഗലേൻട്രി അവാർഡ്സ് 2026 ഗലേൻട്രി അവാർഡ്സ്. ഗലേൻട്രി അവാർഡ്സ് 2026. പ്രസിഡന്റ് അപ്രൂവ്ഡ് 70 ഗലേൻട്രി അവാർഡ്സ്. 70ഓളം ഗലേൻട്രി അവാർഡ്സ് പ്രസിഡന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അശോക ചക്ര ആദ്യം അശോക ചക്ര 2026 കിട്ടിയത് സുഭൻഷു ശുക്ലയ്ക്കാണ് കിട്ടിയത്. ശുഭൻഷു ശുക്ലയ്ക്കാണ് അശോക ചക്ര കിട്ടിയത്. 2026 ഗലേൻട്രി അവാർഡ്സിൽ പ്രസിഡന്റ് 70ഓളം ഗലേൻട്രി അവാർഡ്സ് 70 ഗലേൻട്രി അവാർഡ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അശോക ചക്ര കിട്ടിയത് ശുഭൻഷു ശുക്ലയ്ക്കാണ്. കീർത്തി ചക്ര കിട്ടിയത് അഷ്ദീപ് സിംഗ് ജില്ലും ദോലേശ്വർ ഷുബയ്ക്കുമാണ് കീർത്തി ചക്ര കിട്ടിയത്. അർഷ്ദീപ് സിംഗ് ജില്ലും ദോലേശ്വർ
സുബയ്ക്കുമാണ് കീർത്തി ചക്ര കിട്ടിയത്. ഇനി ശൗര്യ ചക്ര കിട്ടിയത് 13 റെസിപ്പിയൻസിനാണ് കിട്ടിയത്. ഇപ്പൊ ഗലേൻഡറി അവാർഡ്സ് 2026 കിട്ടിയത് പ്രസിഡന്റ് 70ഓളം ഗലേൻഡറി അവാർഡ്സ് അപ്രൂവ് ചെയ്തു. അശോക ചക്ര ശുഭൻഷു ശുക്ല കിട്ടി. കീർത്തി ചക്ര അർഷ്ദീപ് സിംഗ് ഗില്ലിനും ദോലേശ്വർ സുബയ്ക്കും കിട്ടി. ശൗര്യ ചക്ര കിട്ടിയത് 13 റെസിപ്പിയൻസിനാണ് 2026. ഇനി അതർ അവാർഡ്സ് അറൌണ്ട് റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് ഡേയിലെ വേറെ അവാർഡ്സ് ഏതൊക്കെയാണ്? ഇമ്പോർട്ടന്റ് അഡീഷണൽ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബൽ പുരസ്കാർ ആണ് വേറെ അഡീഷണൽ ആയിട്ടുള്ള ഓണേഴ്സ്. ഇത് കൂടാണ്ടുള്ള അഡീഷണൽ ഓണേഴ്സ് റെക്കഗ്നൈസസ് എക്സെപ്ഷണൽ അച്ചീവ്മെന്റ്സ് ബൈ ചിൽഡ്രന്റെ എക്സെപ്ഷണൽ അച്ചീവ്മെന്റ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു അഡീഷണൽ അതർ അവാർഡാണ് ഏത്? പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ. അത് കിട്ടിയത് ജീവൻ രാക്ഷ പടക്കിനാണ്. ജീവൻ രാക്ഷ പടക് awarded for acts of saving human life. ഹ്യൂമൻ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ട്സിനാണ് ഇത് കൊടുക്കുന്നത്. ഇമ്പോർട്ടന്റ് അഡീഷണൽ ഓണേഴ്സ് ഒന്നെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ, അത് എക്സെപ്ഷണൽ അച്ചീവ്മെന്റ്സ് ബൈ ചിൽഡ്രനും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ജീവൻ രാക്ഷ പടക്, അത് കിട്ടിയത് സേവിങ് ഹ്യൂമൻ ലൈഫ്. ഓക്കെ, ആക്ട്സ് awarded for acts of saving human life. ഇനി സ്റ്റേറ്റ് അവാർഡ്സ്, നമ്മുടെ കേരളത്തിലോട്ട് വരാം. കേരള ഇൻട്രൊഡ്യൂസ് സ്റ്റേറ്റ് സിവിലിയൻ ഓണേഴ്സ്. കേരളയാണ് സ്റ്റേറ്റ് സിവിലിയൻ ഓണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കേരള അവാർഡ്സ് were instituted in 2021. കേരള അവാർഡ്സ് ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 2021. അനൗൺസ്ഡ് ഓൺ കേരള പിറവി 1 നവംബർ. കേരള പിറവി എന്ന 1 നവംബറിലാണ്. അന്നാണ് ഈ കേരള സ്റ്റേറ്റ് സിവിലിയൻ ഓണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ കേരള ഇൻട്രൊഡ്യൂസ് സ്റ്റേറ്റ് സിവിലിയൻ ഓണേഴ്സ്. കേരള അവാർഡ്സ് were instituted in 2021. അനൗൺസ്ഡ് ഓൺ കേരള പിറവി 1 നവംബർ. ഇതിന് 3 കാറ്റഗറീസ് ഉണ്ട്: കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ. ഫസ്റ്റ് കേരള ജ്യോതി വിന്നർ ആരാണ്? MT വാസുദേവൻ നായർ ആണ്. ഫസ്റ്റ് കേരള ജ്യോതി വിന്നർ MT വാസുദേവൻ നായർ ആണ്. പാറ്റേൺ ഈച്ച് ഇയർ: 1 ജ്യോതി, 2 പ്രഭ, 2 ശ്രീ, 5 ശ്രീ. ഓക്കെ, എല്ലാ വർഷവും നമ്മുടെ കേരള അവാർഡ്സ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്: 1 കേരള ജ്യോതി കൊടുക്കും, 2 കേരള പ്രഭ കൊടുക്കും, 5 കേരള ശ്രീ കൊടുക്കും. സോ കേരള ഇൻട്രൊഡ്യൂസ് സ്റ്റേറ്റ് സിവിലിയൻ ഓണേഴ്സ്. കേരള അവാർഡ്സ് were instituted in 2021. അനൗൺസ്ഡ് ഓൺ കേരള പിറവി 1 നവംബർ ആണ്. 3 കാറ്റഗറീസ് ഉണ്ട്: കേരള ജ്യോതി, കേരള പ്രഭ ആൻഡ് കേരള ശ്രീ. ഫസ്റ്റ് കേരള ജ്യോതി വിന്നർ MT വാസുദേവൻ നായർ ആണ്. പാറ്റേൺ ഈച്ച് ഇയറിൽ എന്താണ്? ഫസ്റ്റ് 1 ജ്യോതി, 2 പ്രഭ, 5 ശ്രീ. ഇനി കേരള അവാർഡ്സ് 2025 കേരള അവാർഡ്സ് ഏതൊക്കെയാണ്? കേരള ജ്യോതി MR രാഘവ വാര്യർ. MR രാഘവ വാര്യറിനാണ് 2025 കേരള അവാർഡ്സിലെ കേരള ജ്യോതി കിട്ടിയത്. MR രാഘവ വാര്യർ. ഇനി കേരള പ്രഭ PB അനീഷും രാജശ്രീ വാര്യറിനും. കേരള പ്രഭ കിട്ടിയത് PB അനീഷിനും രാജശ്രീ വാര്യറിനും. ഇനി കേരള ശ്രീ കിട്ടിയത് ശശികുമാറിന്, ഷഹൽ ഹസൻ മുസ്ലിയാർ, വിമൽ ഗോവിന്ദ്, ജിലുമോൾ തോമസ്, അഭിലാഷ് ടോമി. ഓക്കെ, കേരള ജ്യോതി കിട്ടിയത് MR രാഘവ വാര്യർ, ഇത് 2025 ആണ്. കേരള പ്രഭ കിട്ടിയത് PB അനീഷും രാജശ്രീ വാര്യറിനും. കേരള ശ്രീ കിട്ടിയത് ശശികുമാർ, ഷഹൽ ഹസൻ മുസ്ലിയാർ, വിമൽ ഗോവിന്ദ്, ജിലുമോൾ തോമസ്, അഭിലാഷ് ടോമിക്ക്. ഇനി കേരള ജ്യോതി അവാർഡ്സ് 2021 മുതൽ 2025. ഓക്കെ, നമ്മൾ കേരള ജ്യോതി അവാർഡ്സിലോട്ട് പോവാണ്. 2021 to 2025 കീ റെസിപ്പിയൻസ് ആരാണ്? 2022 MT വാസുദേവൻ നായർ ആണ്. 2023 T പത്മനാഭനാണ്. 2024 MK സനു ആണ്. 2025 MR രാഘവ നായർ ആണ്. ഇവർക്ക് ഈ അവാർഡ് കൊടുത്തതെന്നാണ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു കേരള സൊസൈറ്റി. കേരള സൊസൈറ്റിക്ക് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ടാണ് ഇവർക്ക് ഈ അവാർഡ് കൊടുത്തത്. അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ്. കേരള ജ്യോതി അവാർഡ്സിന്റെ കീ റെസിപ്പിയൻസ് MT വാസുദേവൻ നായർ, T പത്മനാഭൻ, MK സനു, MR രാഘവ നായർ വാര്യർ. 2022 MT വാസുദേവൻ നായർ, 2023 T പത്മനാഭൻ,
2024 MK Sanu, 2025 MR Raghava Warrior. Significant contribution to the Kerala society. ഇനി ഇയേഴ്സ് 2022 ഫസ്റ്റ് അവാർഡ്സ് അനൗൺസ് ചെയ്തു. കിട്ടിയത് MT വാസുദേവൻ നായറിന്. കേരള പ്രഭ കിട്ടിയത് മമ്മൂട്ടി, ഓംചേരി, NN പിള്ളായി, T മാധവ മേനോന്. കേരള ശ്രീ കിട്ടിയത് സത്യഭാമ ദാസ് ബിജു, ഗോപിനാഥ് മുതുകാട്, കാനായി കുഞ്ഞിരാമൻ, കൊച്ചോസുപ്പ് ചിത്തിലപ്പിള്ളി, MP പരമേശ്വരൻ, വൈക്കം വിജയലക്ഷ്മി. ഓക്കെ, 2022 ഫസ്റ്റ് അവാർഡ്സ് അനൗൺസ് ചെയ്ത് കേരള ജ്യോതി കിട്ടിയത് MT വാസുദേവൻ നായറിനാണ്. കേരള പ്രഭ കിട്ടിയത് മമ്മൂട്ടിക്ക്, ഓംചേരി, NN പിള്ളായി, മാധവൻ, T മാധവ മേനോൻ. ആൻഡ് കേരള ശ്രീ കിട്ടിയത് സത്യഭാമ ദാസ് ബിജു, ഗോപിനാഥ് മുതുകാട്, കാനായി കുഞ്ഞിരാമൻ, കൊച്ചു ഔസീപ്പ് ചിറ്റപ്പള്ളി, MP പരമേശ്വരൻ, വൈക്കം വിജയലക്ഷ്മിക്കാണ് കേരള ശ്രീ കിട്ടിയത്. 2023 ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ടി പത്മനാഭനാണ് കേരള ജ്യോതി കിട്ടിയത്. കേരള പ്രഭ കിട്ടിയത് M ഫാത്തിമ ബീവി, സൂര്യകൃഷ്ണമൂർത്തി, അവർക്കാണ് കേരള പ്രഭ കിട്ടിയത്. കേരള ശ്രീയോ പുനലൂർ സോമരാജന്, VP ഗംഗാധരന്, രവി DCക്ക്, KM ചന്ദ്രശേഖറിന്, രമേശ് നാരായണൻ. 2023 ഇയറിലോട്ട് പോവുകയാണെങ്കിൽ കേരള ജ്യോതി കിട്ടിയത് T പത്മനാഭന്, കേരള പ്രഭ കിട്ടിയത് M ഫാത്തിമ ബീവി, സൂര്യകൃഷ്ണമൂർത്തി. ആൻഡ് കേരള ശ്രീ കിട്ടിയത് പുനലൂർ സോമരാജൻ, PV ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ ആൻഡ് രമേശ് നാരായൺ. ഇനി നമ്മൾ 2024 പോകുമ്പോഴത്തേക്ക് കേരള ജ്യോതി കിട്ടിയത് MK സനുവിന്, കേരള പ്രഭ കിട്ടിയത് സോമനാഥനും ഭുവനേശ്വരിക്കും. പിന്നെ കേരള ശ്രീ കിട്ടിയത് വിമല മേനോന്, TK ജയകുമാർ, നാരായൺ പട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ്. ഓക്കെ, കേരള ജ്യോതി കിട്ടിയത് 2024 MK സനുവിന്, കേരള പ്രഭ കിട്ടിയത് സോമനാഥന്, ഭുവനേശ്വരിക്ക്, പിന്നെ കേരള ശ്രീ കിട്ടിയത് വിമല മേനോൻ, TK ജയകുമാർ, നാരായൺ ഭട്ടതിരി, സഞ്ജു സാംസണ്, ഷൈജ ബേബിക്ക്, VK മാത്യൂസിന്. അവർക്കാണ് കേരള ശ്രീ കിട്ടിയത്. ഇനി നമ്മൾ 2025 ഷിഫ്റ്റ് ചെയ്യുവാണ്. MR രാഘവ വാര്യർ ആണ് കേരള ജ്യോതി കിട്ടിയത്. പിന്നെ കേരള പ്രഭ കിട്ടിയത് PB അനീഷിന്, രാജശ്രീ വാര്യറിനും. കേരള ശ്രീ കിട്ടിയത് ശശികുമാർ, ഷഹൽ ഹസൻ മുസ്ലിയാർ, MK ബിമൽ ഗോപിനാഥ്, ജിലുമോൾ മാരിയത്ത് തോമസ്, അഭിലാഷ് ടോമിക്ക്. 2025 പോകുമ്പോഴത്തേക്ക് കേരള ജ്യോതി കിട്ടിയത് MR രാഘവ വാര്യർ, കേരള പ്രഭ കിട്ടിയത് PB അനീഷ്, രാജശ്രീ വാര്യർ. ആൻഡ് കേരള ശ്രീ കിട്ടിയത് ശശികുമാർ, ഷഹൽ ഹസൻ മുസ്ലിയാർ, MK വിമൽ ഗോവിന്ദ്, ജിലുമോൾ മാരിയത്ത് തോമസ് ആൻഡ് അഭിലാഷ് ടോമിക്കാണ് കേരള ശ്രീ കിട്ടിയത്. ഇനി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ? ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ ഭാരത് രത്നയാണ്. ഓക്കെ, ദ പത്മ അവാർഡ്സ് ആർ അനൗൺസ്ഡ് എവറി ഇയർ ഓൺ ദ ഈവ് ഓഫ് വിച്ച് നാഷണൽ ഇവന്റ്? ഏത് നാഷണൽ ഇവന്റിനാണ് പത്മ അവാർഡ് നമ്മൾ കൊടുക്കുന്നത്? റിപ്പബ്ലിക് ഡേക്കാണ് കൊടുക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അവാർഡ്സ് റാങ്ക്സ് സെക്കൻഡ് എമംഗ് ഇന്ത്യൻ സിവിലിയൻ ഓർഡർ? ഇന്ത്യൻ സിവിലിയൻ ഓർഡറിൽ സെക്കൻഡ് ഏത് അവാർഡാണ്? പത്മവിഭൂഷൺ. ഓക്കെ, പത്മവിഭൂഷൺ ഇന്ത്യൻ സിവിലിയൻ ഓണേഴ്സിൽ സെക്കൻഡ് റാങ്ക് ഉള്ളത്. പത്മ അവാർഡ്സ് were first instituted in which year? ഏത് ഇയറിലാണ് പത്മ അവാർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഓപ്ഷൻസ് 1947, 1950, 1954 ആൻഡ് 1962. പത്മ അവാർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇയർ 1954 ആണ്. ഒറിജിനലി ഇൻ 1954 പത്മ അവാർഡ്സ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് ഹൗ മെനി ക്ലാസ്സസ്? എത്ര ക്ലാസ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പത്മ അവാർഡ്സ്? 3 ക്ലാസ്സസ് ആണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓപ്ഷൻസ് A 2 ആണ്, B 3 ആണ്, C 4 ആണ്, D 5 ആണ്. സോ ഒറിജിനലി ഇൻ 1954 പത്മ അവാർഡ്സ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എത്ര ക്ലാസ്സസ് ആണ്? 3 ക്ലാസ്സസ് ആണ്.
The present 4-tier structure of the Padma Awards were introduced in which year? ഇപ്പോഴത്തെ 4 ടയർ സ്ട്രക്ചർ ഓഫ് ദ പത്മ അവാർഡ്സ് ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1952-ലാണോ, 1955, 1960, 1965-ലാണോ? 1955-ലാണ് 4-ടയർ സ്ട്രക്ചർ ആദ്യം കൊണ്ടുവന്നത് ഏതിന്റെ? പത്മ അവാർഡ്സിന്റെ. ഓക്കെ. Which of the following is the highest wartime gallantry award in India? ഏതാണ് ഹയസ്റ്റ് ഗാലൻട്രി wartime award? ഏതാണ്? മഹാവീർ ചക്രയാണോ, വീർ ചക്രയാണോ, പരംവീർ ചക്രയാണോ, അശോക ചക്രയാണോ? ആൻസർ പരംവീർ ചക്രയാണ്. ഹയസ്റ്റ് പീസ് ടൈം ഗാലൻട്രി അവാർഡ് ഇൻ ഇന്ത്യ ഏതാണ്? കീർത്തി ചക്രയാണോ, ശൗര്യ ചക്രയാണോ, അശോക ചക്രയാണോ, സേനാ മെഡലാണോ? ഹയസ്റ്റ് പീസ് ടൈം ഗാലൻട്രി അവാർഡ് ഇൻ ഇന്ത്യ അശോക ചക്രയാണ്. ഇനി അടുത്ത, ഇന്ത്യാസ് ഗാലൻട്രി അവാർഡ്സ് വെ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ വിച്ച് ഇയർ? ഇന്ത്യയുടെ ഗാലൻട്രി അവാർഡ്സ് ഏത് ഇയറിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്? 15th August 1947 ആണോ, 26 January 1950 ആണോ, 26 November 1949, 2nd October 1952 ആണോ? ആൻസർ 26 January 1950 ആണ്. ഇനി ഫസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് പരംവീർ ചക്ര ആരാണ്? ഫസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് പരംവീർ ചക്ര ആരാണ്? മേജർ സോമനാഥ് ശർമ്മയാണ്. മേജർ സോമനാഥ് ശർമ്മയാണ് ഫസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് പരംവീർ ചക്ര. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് അവാർഡ്സ് റെക്കഗ്നൈസസ് ആക്ട്സ് ഓഫ് സേവിങ് ഹ്യൂമൻ ലൈഫ്? ഹ്യൂമൻ ലൈഫ് സേവ് ചെയ്യുന്ന ഏത് അവാർഡാണ്? ഏത്? ഭാരത് രത്നയാണോ, ജീവൻ രക്ഷാ പാടക്കാണോ, പത്മഭൂഷൺ ആണോ, അശോക ചക്രയാണോ? ജീവൻ രക്ഷാ പാടക്കാണ് ആൻസർ. സോ ജീവൻ രക്ഷാ പാടക്കാണ് റെക്കഗ്നൈസസ് ആക്ട്സ് ഓഫ് സേവിങ് ഹ്യൂമൻ ലൈഫ്. ഇനി വിച്ച് അവാർഡ് ഇസ് ഗിവൻ ഫോർ എക്സെപ്ഷണൽ അച്ചീവ്മെന്റ്സ് ബൈ ചിൽഡ്രൻ? ഏത് അവാർഡാണ് എക്സെപ്ഷണൽ അച്ചീവ്മെന്റ്സ് ബൈ ചിൽഡ്രന് വേണ്ടി കൊടുക്കുന്ന അവാർഡ്? നാഷണൽ ബ്രേവറി അവാർഡ് ആണോ, പത്മശ്രീ ആണോ, പ്രധാൻ മന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ ആണോ, അതോ അശോക ചക്രയാണോ? ആൻസർ പ്രധാൻ മന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ ആണ്. അതാണ് എക്സെപ്ഷണൽ അച്ചീവ്മെന്റ്സ് ബൈ ചിൽഡ്രന് വേണ്ടി കൊടുക്കുന്ന അവാർഡ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സണാലിറ്റീസ് വാസ് എമംഗ് ദ ഫസ്റ്റ് റെസിപ്പിയൻസ് ഓഫ് ദ ഭാരത് രത്ന 1954? ഏത് പേഴ്സണാലിറ്റിയാണ് ഫസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് ഭാരത് രത്ന 1954 ഉണ്ടായിരുന്നത്? ജവഹർലാൽ നെഹ്റു ആണോ, സി രാജഗോപാലാചാര്യ ആണോ, ഓപ്ഷൻ സി BR അംബേദ്കർ ആണോ, ഓപ്ഷൻ ഡി ലാൽ ബഹദൂർ ശാസ്ത്രി ആണോ? സി രാജഗോപാലാചാര്യാണ്. സി രാജഗോപാലാചാര്യാണ് ഫസ്റ്റ് റെസിപ്പിയന്റ് ഓഫ് ദ ഭാരത് രത്ന 1954. ഇനി വിച്ച് നോബൽ പ്രൈസ് വിന്നിംഗ് ഫിസിസിസ്റ്റ് വാസ് എമംഗ് ദ ഫസ്റ്റ് ഭാരത് രത്ന അവാർഡ്സ്? ഏത് നോബൽ പ്രൈസ് വിന്നിംഗ് ഫിസിസ്റ്റ് ആണ് ഫസ്റ്റ് ഭാരത് രത്ന അവാർഡിൽ ഉണ്ടായിരുന്നത്? മേഘ്നാഥ് സഹയാണോ, ഹോമി ബാബയാണോ, CV രാമനാണോ, വിക്രം സാരാഭായ് ആണോ? ഓപ്ഷൻ സി CV രാമനാണ്. CV രാമനാണ് നോബൽ പ്രൈസ് വിന്നിംഗ് ഫിസിസ്റ്റ് എമംഗ് ഫസ്റ്റ് ഭാരത് രത്ന അവാർഡ്സ്. ഇനി ദ പത്മ അവാർഡ് വാസ് പ്രസന്റഡ് ബൈ ഹൂ? ആരാണ് പത്മ അവാർഡ് കൊടുക്കുന്നത്? പ്രൈം മിനിസ്റ്റർ ആണോ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണോ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണോ, സ്പീക്കർ ഓഫ് ലോക്സഭയാണോ? ഓപ്ഷൻ സി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഭാരത് പത്മ അവാർഡ്സ് പ്രസന്റ് ചെയ്യുന്നത്. പത്മ അവാർഡ്സ് ആർ പ്രസന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് വാർ ടൈം ഗലേൻട്രി അവാർഡ്സ് റാങ്ക്സ് തേർഡ് ഇൻ ഹയറാർക്കി? ഹയറാർക്കിയിൽ മൂന്നാമതാവുന്ന ഗലേൻട്രി അവാർഡ് ഏതാണ്? വീർ ചക്രയാണോ, കീർത്തി ചക്രയാണോ, സേനാ മെഡലാണോ, മഹാവീർ ചക്രയാണോ? ഓപ്ഷൻ എ വീർ ചക്രയാണ്. വീർ ചക്രയാണ് വാർ ടൈം ഗലേൻട്രി അവാർഡ്സ് റാങ്ക് തേർഡ് ഇൻ ഹയറാർക്കി. Which of the following is a പീസ് ടൈം ഗലേൻട്രി അവാർഡ്? പീസ് ടൈം ഗലേൻട്രി അവാർഡ് ഏതാണ്? വീർ ചക്രയാണോ, കീർത്തി ചക്രയാണോ, മഹാവീർ ചക്രയാണോ, പരംവീർ ചക്രയാണോ? പീസ് ടൈം ഗലേൻട്രി അവാർഡ് കീർത്തി ചക്രയാണ്. കീർത്തി ചക്ര, ഓപ്ഷൻ ബി. Which award category was created by the government of Kerala to honor distinguished citizens? Distinguished citizensനെ ഓണർ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് കേരള ക്രിയേറ്റ് ചെയ്ത അവാർഡ് ഏതാണ്?
കേരള ജ്യോതിയാണ്. ഓപ്ഷൻസ് കേരള രത്ന, കേരള ജ്യോതി, കേരള വിഭൂഷൺ, കേരള ഭൂഷൺ. കേരള ജ്യോതിയാണ് was created by the government of Kerala to honor distinguished citizens. Okay. The next one is highest state award of Kerala. Highest state award of Kerala ഏതാണ്? കേരള ശ്രീ ആണോ, കേരള പ്രഭ ആണോ, കേരള ജ്യോതി ആണോ, കേരള രത്ന ആണോ? കേരള ജ്യോതിയാണ് highest state award of Kerala. The next one is Kerala State Awards are announced on in which year? ഏത് ഇയറിലാണ് കേരള സ്റ്റേറ്റ് അവാർഡ്സ് നിലവിൽ വന്നത്? 15th ഓഗസ്റ്റ് ആണോ, 26 ജാനുവരി ആണോ, 2nd ഒക്ടോബർ ആണോ, 1st നവംബർ ആണോ? ഓപ്ഷൻ ബി 26 ജാനുവരി ആണ് കേരള സ്റ്റേറ്റ് അവാർഡ്സ് അനൗൺസ് ചെയ്തത്. The next one is which of the following statement about the Padma Awards is correct? Which of the following statements about the Padma Award is correct? They were instituted in 1954 ആണോ? Initially they had 3 classes. The 4-tier system was created in 1955. ഇതിനകത്ത് they were instituted in 1954 മാത്രമാണോ? They were instituted in 1954 and initially they had 3 classes. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ they were instituted in 1954. ആദ്യം അവർക്ക് 3 ക്ലാസ്സസ് ആയിരുന്നു, പിന്നെ അവർക്ക് 4 ടയർ സിസ്റ്റം ആയിരുന്നു. ഓപ്ഷൻ ഡി 2ഉം 3ഉം മാത്രമാണോ? ഇനിഷ്യലി ദേ ഹാഡ് 3 ക്ലാസ്സസ്, 4-time system was created. ഇതിനകത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ പത്മ അവാർഡ്സ് കറക്റ്റ് ആയെന്ന് പറഞ്ഞാൽ ദേ വർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ 1954. 1954ലാണ് പത്മ അവാർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, അതും കറക്റ്റ് ആണ്. ഇനിഷ്യലി ദേ ഹാഡ് 3 ക്ലാസ്സസ്, ആദ്യം അവർക്ക് 3 ക്ലാസ്സസേ ഉള്ളായിരുന്നു. മൂന്നാമത് ദ 4-tier സിസ്റ്റം വാസ് ക്രിയേറ്റഡ് ഇൻ 1955. 1955ലാണ് 4 ടയർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത്. സോ the answer is 1, 2 and 3. മൂന്നും കറക്റ്റ് ആണ്. All of the above. The next one is arrange the following civilian awards of India in correct descending order of precedence. പ്രസിഡൻസിന്റെ കറക്റ്റ് ഡിസെൻഡിങ് ഓർഡറിൽ സിവിലിയൻ അവാർഡ് ഓഫ് ഇന്ത്യ അറേഞ്ച് ചെയ്യുക. ആദ്യത്തെ പത്മശ്രീ, 2 പത്മഭൂഷണ്, 3 ഭാരത് രത്ന, 4 പത്മവിഭൂഷൺ. സോ അത് ഉത്തരം എന്ന് പറഞ്ഞാൽ ആദ്യം ഭാരത് രത്നയാണ്, രണ്ടാമതാണ് പത്മവിഭൂഷണാണ്, മൂന്നാമത് പത്മഭൂഷണാണ്, നാലാമത് പത്മശ്രീയാണ്. സോ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം ഭാരത് രത്ന, പത്മവിഭൂഷണ്, പത്മഭൂഷണ്, പത്മശ്രീ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗാലൻട്രി അവാർഡ്സ് ഇസ് കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ഇറ്റ്സ് കാറ്റഗറി? കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത ഏത് ഗാലൻട്രി അവാർഡാണ്? പരംവീർ ചക്ര പീസ് ടൈം ബ്രേവറി ആണോ? അശോക ചക്ര വാർ ടൈം ഗാലൻട്രി ആണോ? കീർത്തി ചക്ര പീസ് ടൈം ഗാലൻട്രി ആണോ? വീർ ചക്ര പീസ് ടൈം ബ്രേവറി ആണോ? ഓപ്ഷൻ സി കീർത്തി ചക്ര പീസ് ടൈം ഗാലൻട്രി അവാർഡാണ്. സോ കീർത്തി ചക്ര ഏതാണ്? പീസ് ടൈം ഗാലൻട്രി അവാർഡാണ്. ഇനി which of the following correctly explains the relationship between national and state honors in India? ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദ റിലേഷൻ ബിറ്റ്വീൻ നാഷണലും സ്റ്റേറ്റും തമ്മിലുള്ള, സ്റ്റേറ്റ് ഓണേഴ്സും തമ്മിലുള്ള റിലേഷൻ കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ് അവാർഡ്സ് ആർ ഡയറക്ട്ലി കൺട്രോൾഡ് ബൈ ദ പാർലമെന്റ്. സ്റ്റേറ്റ് അവാർഡ്സ് കൺട്രോൾ ചെയ്യുന്ന പാർലമെന്റ് ആണോ? സ്റ്റേറ്റ് അവാർഡ്സ് കനോട്ട് ബി മോഡൽഡ് ആഫ്റ്റർ നാഷണൽ ഓണേഴ്സ്. മൂന്നാമത് സ്റ്റേറ്റ് മേ ക്രിയേറ്റ് ദെയർ ഓൺ സിവിലിയൻ ഓണേഴ്സ് സിമിലർ ടു നാഷണൽ അവാർഡ്സ്. സ്റ്റേറ്റിന് മേ ക്രിയേറ്റ്, അവർക്ക് സിവിലിയൻ ആണ്, അവരവരുടേതായ സിവിലിയൻ ഓണേഴ്സ് സിമിലർ ടു നാഷണൽ അവാർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓപ്ഷൻ ഡി ഓൺലി ദ പ്രസിഡന്റ് ക്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റ് അവാർഡ്സ്. സ്റ്റേറ്റ് അവാർഡ്സ് പ്രസിഡന്റിന് മാത്രമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ദ ആൻസർ ഇസ് states may create their own civilian honors similar to national awards. നാഷണൽ അവാർഡ്സിനെ പോലെ സ്റ്റേറ്റിനും അവരവരുടേതായ സിവിലിയൻ ഓണേഴ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. The next one is which of the following statements regarding the Kerala award is correct? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കേരള അവാർഡിനെ കുറിച്ചുള്ളത് കറക്റ്റ് ആയത്? They were introduced by the government of Kerala. Government of Kerala ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. They follow a structure similar to Padma Awards. They were announced on Kerala Piravi Day. സോ കേരള അവാർഡിലെ ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അവർ ഗവൺമെന്റ് ഓഫ് കേരളയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദേ ഫോളോ എ സ്ട്രക്ചർ സിമിലർ ടു പത്മ അവാർഡ്. പത്മ അവാർഡ് പോലെ ആ സെയിം സ്ട്രക്ചർ ആണ് കേരള അവാർഡും ഫോളോ ചെയ്യുന്നത്. ദേ വർ അനൗൺസ്ഡ് ഓൺ കേരള പിറവി ഡേ. കേരള പിറവി ഡേയിലാണ് ഇത് അനൗൺസ് ചെയ്തേക്കുന്നത്. സോ ഓപ്ഷൻ സി.
So the next one is, who received the Kerala Jyoti 2025 highest state honors of Kerala? So ആരാണ് കേരള ജ്യോതി 2025 ഹയസ്റ്റ് സ്റ്റേറ്റ് ഓണേഴ്സ് ഓഫ് കേരള റിസീവ് ചെയ്തത്? MR രാഘവൻ നായർ ആണ്. ഓപ്ഷൻസ് ടി പത്മനാഭനാണോ, MR രാഘവ വാര്യർ ആണോ, MK സനു ആണോ, മമ്മൂട്ടി ആണോ? സോ കേരള ജ്യോതി 2025 ഹയസ്റ്റ് സ്റ്റേറ്റ് ഓണർ ഓഫ് കേരള റിസീവ് ചെയ്ത് MR രാഘവ നായർ ആണ്. Which of the following personalities received the Kerala Prabha Award? കേരള പ്രഭ അവാർഡ് ആരാണ് റിസീവ് ചെയ്തത്? രാജശ്രീ വാര്യർ, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി അഭിലാഷ് ടോമി, ഓപ്ഷൻ സി ശശികുമാർ, ഓപ്ഷൻ ഡി സഞ്ജു സാംസൺ. സോ ഓപ്ഷൻ എ രാജശ്രീ വാര്യറിനാണ് 2025 കേരള പ്രഭ അവാർഡ് കിട്ടിയത്. ഓക്കെ, the next one is, which sports person among the following received the Kerala Shri Award? ഈ കൂട്ടത്തിലുള്ള ഏത് സ്പോർട്സ് പേഴ്സൺ ആണ് 2025 കേരള ശ്രീ അവാർഡ് കിട്ടിയത്? രോഹിത് ശർമ്മയാണോ, അഭിലാഷ് ടോമി ആണോ, PR ശ്രീജേഷ് ആണോ, സഞ്ജു സാംസൺ ആണോ? സോ ദ ഓപ്ഷൻ ബി ആണ്, അഭിലാഷ് ടോമിക്കാണ് 2025 കേരള ശ്രീ അവാർഡ്സ് സ്പോർട്സ് എന്ന വിഭാഗത്തിൽ നിന്ന് കിട്ടിയത്. ഇനി, വിച്ച് ജേർണലിസ്റ്റ് റിസീവ് ദ കേരള ശ്രീ അവാർഡ്? ഏത് ജേർണലിസ്റ്റിനാണ് കേരള ശ്രീ അവാർഡ് 2025 കിട്ടിയത്? രവി DCക്കാണോ, ശശികുമാറിനാണോ, VK മാത്യൂസിനാണോ, D സൂര്യകൃഷ്ണമൂർത്തിക്കാണോ കിട്ടിയത്? ഉത്തരം ആൻസർ എന്ന് പറഞ്ഞാൽ ശശികുമാറിനാണ്. ജേർണലിസ്റ്റ് ശശികുമാർ ജേർണലിസ്റ്റിനാണ് കേരള ശ്രീ അവാർഡ് 2025 കിട്ടിയത്. The next one is, which of the following entrepreneurs received the Kerala Shri Award? ഏത് entrepreneur ആണ് കേരള ശ്രീ അവാർഡ് 2025 കിട്ടിയത്? MK വിമൽ ഗോവിന്ദ് ആണോ, കൊച്ചു ഔസേപ്പ് ചിറ്റപ്പള്ളിക്കാണോ, ഉദയ് കൊടക്കിനാണോ, വിനോദ് ഡമ്മിനാണോ കിട്ടിയത്? ഓപ്ഷൻ ബി MK വിമൽ ഗോവിന്ദിനാണ് കിട്ടിയത്. MK വിമൽ ഗോവിന്ദിനാണ് ഓൺട്രപ്രണർഷിപ്പിന്റെ ഇത് കിട്ടിയത്, റിസീവ് ദ കേരള ശ്രീ അവാർഡ് 2025. ഇനി, വിച്ച് ലെജൻഡറി ഹിന്ദി ഫിലിം ആക്ടർ റിസീവ് ദ പത്മവിഭൂഷൺ? ഏത് ലെജൻഡറി ഹിന്ദി ഫിലിം ആക്ടറിനാണ് പത്മവിഭൂഷൺ 2026 കിട്ടിയത്? അമിതാഭ് ബച്ചൻ ആണോ, ധർമ്മേന്ദ്രനാണോ, ഷാരൂഖ് ഖാൻ ആണോ, രജനീകാന്തിനാണോ? ഹിന്ദി ഫിലിം ആക്ടറാണ്. ഓപ്ഷൻ ബി ധർമ്മേന്ദ്രനാണ് പത്മവിഭൂഷൺ കിട്ടിയത്. ഓപ്ഷൻ ബി. The next one is, which Indian playback singer received the Padma Bhushan? ഏത് ഇന്ത്യൻ പ്ലേബാക്ക് സിംഗറിനാണ് പത്മഭൂഷൺ കിട്ടിയത് 2026? ശ്രേയ ഘോഷലിനാണോ, അൽക്ക യാഗ്നിക്കാണോ, സുനിധി ചൗഹാൻ ആണോ, കവിത കൃഷ്ണമൂർത്തിക്കാണോ കിട്ടിയത്? ഉത്തരം അൽക്ക യാഗ്നിക്കിനാണ് ഇന്ത്യൻ പ്ലേബാക്ക് സിംഗർ പത്മഭൂഷൺ 2026 കിട്ടിയത്. The next question is, which business leader received the Padma Bhushan? ഏത് ബിസിനസ് ലീഡറിനാണ് പത്മഭൂഷൺ കിട്ടിയത് 2026? ഏത് ബിസിനസ് ലീഡറിനാണ്? രതൻ ടാറ്റയ്ക്കാണോ, മുകേഷ് അംബാനിക്കാണ്, ഉദയ് കൊടക്കിനാണോ, DNR നാരായണ മൂർത്തിക്കാണോ കിട്ടിയത്? ഉത്തരം ഓപ്ഷൻ സി ഉദയ് കൊടക്കിനാണ് കിട്ടിയത്. വിച്ച് ഇന്ത്യൻ ക്രിക്കറ്റർ റിസീവ്ഡ് ദ പത്മശ്രീ? ഏത് ഇന്ത്യൻ ക്രിക്കറ്ററിനാണ് പത്മശ്രീ കിട്ടിയത്? ഏത് ഇന്ത്യൻ ക്രിക്കറ്ററിനാണ് പത്മശ്രീ 2026 കിട്ടിയത്? വിരാട് കോഹ്ലി ആണോ, രോഹിത് ശർമ്മയാണോ, MS ധോണി ആണോ, ഹർദിക് പന്ധ്യക്കാണോ കിട്ടിയത്? ഓപ്ഷൻ ബി രോഹിത് ശർമ്മയ്ക്കാണ് പത്മശ്രീ 2026 ഇന്ത്യൻ ക്രിക്കറ്റർ ആയിട്ട് കിട്ടിയത്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അത് നമ്മുടെ ഇത് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. നന്മ ഡൗട്ട് ഉണ്ടോടാ? നന്മ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പം that concludes our session for today, and thank you for listening. Thank you so much, Nanma.